എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഒരു റഫ് സ്കെച്ച് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചും അതിൻ്റെ ഇമേജുകൾ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഒരു മുൻധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെപ്പോഴും ഓരോരുത്തരും വർക്ക് ചെയ്യുന്നതിന് മുമ്പേ റെഫറൻസ് പിക്ചറൊന്നും ഇല്ലെങ്കിൽ തന്നെ, ഇനി റെഫറൻസ് പിക്ചർ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ റെഫറൻസിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാതെ അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് ഇതുപോലൊരു റഫ് സ്കെച്ച് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിത്രത്തിൻ്റെ ഓരോ ലെയറുകളെന്ന് പറയുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ലെയറുകളുണ്ടാവും, അതിൻ്റെ തൊട്ടടുത്ത് ലെയർ ഉണ്ടാവും, അങ്ങനെ ഏറ്റവും നമ്മളെ തൊട്ടരികിലുള്ള ഒരു ലെയർ ഉണ്ടാവും. അങ്ങനെ ഈ ചിത്രത്തിനെ നമുക്ക് പല ലെയറുകളാക്കി മാറ്റാം, അതിൻ്റെ ദൂരത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലെയറിലൊക്കെ കളർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ അതിന് നമ്മൾ ചെയ്യുന്ന കളർ അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ കളർ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ചിത്രത്തിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെള്ളം വാഷ് ചെയ്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബ്രഷ് കൊണ്ട് വെള്ളം വാഷ് ചെയ്തു. ആ വെള്ളം വാഷ് ചെയ്തതിന് ശേഷം ആ നനവോടുകൂടി തന്നെ അതിലേക്ക് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഡെപ്ത് കുറഞ്ഞ കളറുകൾ അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് പെൻസിൽ ചെയ്യുമ്പോൾ, പെൻസിലാണെങ്കിൽ ഏറ്റവും നിറം കുറഞ്ഞ പെൻസിൽ ഉപയോഗിച്ച് ആ ഏരിയനെ വളരെ ഫെയ്ഡായിട്ട് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ബ്ലറായിട്ട് നിൽക്കുന്നത് പോലെ ചെയ്യാൻ പറ്റും. ആ ബ്ലറായി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നനവ് തന്നെ ഈ മരങ്ങളുടെ ആ തടികൾ വരച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതറിയാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അത് സ്പ്രെഡായി അവിടെ നിൽക്കുന്നുണ്ട്. ആ നനവ് തന്നെ നമ്മൾ വീണ്ടും യെല്ലോ ഗ്രീനും മിക്സ് ചെയ്ത് വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊരു ലെയറായിട്ട് കണക്കാക്കാം. നമുക്ക് ഏറ്റവും ബാക്കിലുള്ളത് നമ്മൾ കാണുന്നില്ല, അതിൻ്റെ മരത്തിൻ്റെ തടികൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ആ ലെയറിനെ നമുക്ക് ആ ഒരു യെല്ലോ ആയിട്ട് കാണാം. അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ലെയർ, നമ്മൾ ഏറ്റവും അടുത്തുള്ള ലെയർ എന്നുള്ള രീതിയിലാണ് അതിനെ കുറച്ച് ഡാർക്ക് ആക്കിയിട്ട്, ഡാർക്ക് നിറം കൂടുതൽ ചേർത്തുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നേരം മണ്ണിൻ്റെ ആ ഭാഗങ്ങൾ ചെയ്യാണ്, ശ്രദ്ധിക്കുക. ആ നനഞ്ഞ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അതിനെ ചെയ്തെടുക്കുന്നത്. കാരണം അത് ബാക്ക്ഗ്രൗണ്ട് വഴി ലയിക്കുമ്പോൾ അതിനെ കാണാൻ ഭംഗിയുണ്ടാവുക. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രീ കുറച്ചുകൂടെ മുന്നിൽ, അതായത് ഏറ്റവും ബാക്കിൽ ചെയ്ത ലെയറിനേക്കാൾ തൊട്ട് മുന്നിലുള്ള ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ കൂടുതൽ കളറുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു ബ്ലൂ ടോണ് തന്നെയാണ്. അതിൽ കുറച്ച് ബേൺസീനെ ചേർത്തിട്ടുണ്ട് അതിന് ഡാർക്കാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരുപാട് കളർ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല, കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട്. നേരത്തെ പോലെയല്ല ചെയ്യുന്നത്, കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ഫ്രണ്ടിലുള്ള ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഫ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സ്ട്രോക്കുകൾ അപ്ലൈ ചെയ്തു. ഇതൊക്കെ നിരന്തരം പ്രാക്ടീസുകളിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ആ ഏരിയ ഏതാണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് ഡാർക്ക് കളർ അപ്ലൈ ചെയ്തു. കാരണം ആ ചിത്രത്തിൽ ആ ഫ്രണ്ട് ഏരിയയിൽ ഒരുപാട് മരങ്ങൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ ഒക്കെ ഷെയ്ഡ് ചിത്രത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചിത്രം മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാവും. ഒരു വഴിയെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ആ രീതിയിൽ ഒരു സ്ട്രോക്ക് ഇട്ടത്. ഇതൊക്കെ നമുക്ക് ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് വേറെ ഒരു തടസ്സങ്ങളില്ല. കാരണം നമ്മളെ ഭാവനയിൽ ഇരിക്കുന്ന ചിത്രമാണ്. ആ ഭാവനയിൽ ഇരിക്കുന്ന ചിത്രത്തിന് ഏത് രീതിയിലേക്ക് നമുക്ക് വളരെ സ്വതന്ത്രമായി മാറ്റിയെടുക്കാം. പക്ഷേ കൃത്യമായ ധാരണ നമുക്കുണ്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീ ശ്രദ്ധിക്കുക. ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന
ട്രീ ആണ്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സിൽ ഔട്ട് രീതിയിലാണ്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വെളിച്ചത്തിൻ്റെ ഒരു പ്രസരിപ്പ് കാരണം അതിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സിൽ ഔട്ടായിട്ടുള്ള രീതിയിലാണ് അതിനെ കാണാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കൂടുതലായ ഷെയ്ഡുകളോ അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡുകളൊന്നും അതിന് കാണിക്കുന്നില്ല. അതൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഡാർക്ക് കളർ വെച്ചുകൊണ്ട് അത് കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കളർ വാല്യൂ എന്ന് പറയുന്നത് അതിന് കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുള്ള ആ കളർ വളരെ ലൈറ്റാണ്. അതിന് അത്രയും ശ്രദ്ധിച്ചാണ് അവിടെ നമ്മൾ കളർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണ് നമുക്ക് ചിത്രം കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ ആദ്യം ചെയ്യുന്ന കളറുകളൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കളറുകളാണ് എങ്കിൽ നമുക്ക് ഇത്ര എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. അതുകൊണ്ടാണ് കൃത്യമായി കളർ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് കളറുകൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡിലുള്ള മരങ്ങൾ കഴിഞ്ഞു, അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ തൊട്ട ഓപ്പോസിറ്റ് സൈഡിലുള്ള മരങ്ങളാണ് വരച്ചു തുടങ്ങിയത്. ഇനി കൃത്യമായി ചിത്രങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ബ്രഷിൻ്റെ സ്ട്രോക്കുകൾ, ബ്രഷിൻ്റെ പിടുത്തം, അതുപയോഗിക്കുന്ന രീതികൾ, ഇതൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായ പ്രാക്ടീസ് നമുക്ക് വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടാവുക. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ 2 ലെയർ കഴിഞ്ഞ് 3ാമത്തെ ലെയറാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഏറ്റവും ഫ്രണ്ടിലുള്ള ലെയർ ചെയ്തതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വലുപ്പം, അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കുറവ്, പക്ഷേ ഏറ്റവും ബാക്കിൽ വരച്ചതിനേക്കാൾ ഡീറ്റെയിൽസ് അതിന് തോന്നിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നിഴലുകൾ ഒക്കെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ നിലം, അതിൻ്റെ അത് നിൽക്കുന്ന പ്രതലം, അത് നിൽക്കുന്ന തലം കൃത്യമായി ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ആ നിഴൽ വെക്കുമ്പോൾ ഉണ്ടാകുന്നത്. നിഴലിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് നിഴലെന്ന് പറയുന്നത്. ആ നിഴലാണ് ചിത്രത്തിന് ജീവൻ ഉണ്ടാക്കുന്നത്. ഇത് ചില്ലകൾ, വളരെ ചെറിയൊരു ബ്രഷ് എടുത്ത് ആ ചില്ലകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചില്ലകൾ വളരെ ബാലൻസ് ചെയ്ത് വരയ്ക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ തോന്നിയ പോലെ വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സ്പീഡിലാണ് വരയ്ക്കുന്നത് പോലും അതിന് കൃത്യമായൊരു ബാലൻസ് ഉണ്ട്. അത് നമ്മുടെ ഒബ്സർവേഷനാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒക്കെ നമുക്കത് തരുന്ന ഒരു നിരന്തരം കാണുന്ന കാഴ്ചകളിലൂടെ നമുക്കുണ്ടാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏതാണ്ട് ചിത്രം കംപ്ലീറ്റായി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം നോക്കാം, ഏറ്റവും ഫ്രണ്ടിലുള്ള ആ ഒരു ചിത്രവും ബാക്കിൽ ഉപയോഗിച്ച ആ ഒരു കളർ വാല്യൂ, ഇതൊക്കെ തന്നെ അതിൻ്റെ ചിത്രത്തിൻ്റെ ആഴം, ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് നന്നായിട്ട്. ബാക്കിൽ നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ടില്ല, പക്ഷേ നമുക്കതിൻ്റെ ഫീല് എത്രത്തോളം ഭംഗിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കുക. അപ്പോൾ ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ടഫായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് നോക്കാം. അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് പല പല ഐഡിയകൾ ഇതുപോലുള്ള വീഡിയോസുകളിലൊക്കെ ഞാൻ ഇനിയും ഷെയർ ചെയ്യും. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എനിക്ക് പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളതൊക്കെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം.
ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ കമൻറ്റുകൾ എഴുതാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ ഇത് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.